സൈബർ തട്ടിപ്പുകൾക്ക് സഹായകമാകുന്ന മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനായി കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ സൈ ഹണ്ടിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ 37 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സൈബർ ഓപ്പറേഷൻസ് ADGP വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ അതാത് ജില്ലാ പോലീസ് മേധാവിമാരാണ് ജില്ലയിൽ സൈ ഹണ്ടിന് നേതൃത്വം നൽകിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുകളിൽ പരാതിക്കാർക്ക് നഷ്ടമായ പണം ചെക്ക് വഴിയോ ATM വഴിയോ പിൻവലിച്ച് തട്ടിപ്പുകാർക്ക് കൈമാറുകയും പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്ത മ്യൂൾ അക്കൗണ്ട് ഉടമകളെയാണ് സൈ ഹണ്ടിൽ പ്രധാനമായും ലക്ഷ്യമിട്ടത്. വ്യാഴാഴ്ച നടത്തിയ സൈ ഹണ്ട് 2025ന്റെ ഭാഗമായി 119 അക്കൗണ്ടുകളാണ് ജില്ലയിൽ പരിശോധിച്ചത്. ഇതിൽ 37 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 36 അക്കൗണ്ട് ഉടമകളെയും 7 സഹകുറ്റവാളികളെയും ഉൾപ്പെടെ 43 പേരെ അറസ്റ്റ് ചെയ്യുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള 39 ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. സംഘടിത കുറ്റകൃത്യം എന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 36 പേരിൽ 30 പേരെ കോടതി റിമാൻഡ് ചെയ്തു. 2,10,40,800 രൂപയുടെ ട്രാൻസാക്ഷനുകളാണ് പരിശോധന നടത്തിയ 119 അക്കൗണ്ടുകളിലൂടെ നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള 14 പേരും 26 മുതൽ 48 വയസ്സ് വരെയുള്ള 22 പേരുമാണ് പ്രതികളായിട്ടുള്ളത്. സബ് ഡിവിഷൻ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരും വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും സൈബർ പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങിയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഓപ്പറേഷൻ നടത്തിയത്. സൈഹണ്ട് എന്നുള്ള പേരിൽ ഇതിലൊരു റെയ്ഡ് നടത്തി. ഇതിൽ മൊത്തം 119 അക്കൗണ്ട് ഹോൾഡേഴ്സിനെയാണ് നമ്മളിതിൽ റെയ്ഡ് നടത്തുന്നത്. അതിൻ്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ 119 റെയ്ഡ് നടത്തിയത് 43 പേരെ നമ്മളതിനകത്ത് അറസ്റ്റ് ചെയ്തു. കൂടാതെ അതിൽ തന്നെ 37 പേര് നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ മ്യൂൾ അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ഇതിനകത്ത് കേസെടുക്കുന്നത്. സൈഹണ്ട് പോലെയുള്ള ഓപ്പറേഷനുകൾ അത് ഇനിയും തുടരും. അതിനകത്ത് എടുക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണ്. പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ ഓർഗനൈസ്ഡ് ക്രൈം 112 വകുപ്പ് പ്രകാരം ഉള്ള കുറ്റമാണ് ഇതിനകത്ത് ആരോപിക്കപ്പെടുന്നത് അവർക്കെതിരെ. അതോടൊപ്പം തന്നെ ഇതിലെ യഥാർത്ഥ പണം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിലാക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ, അതിപ്പം നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അവരെയും ഫോണിൽ ബന്ധപ്പെട്ട് അവരിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബന്ധപ്പെട്ട കുറ്റവകുപ്പുകൾ കൂടി, ചിലപ്പോൾ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇംപെർസണേഷൻ ചെയ്തിട്ടുണ്ടോ, ആ വകുപ്പുകളും കൂടി ചേർത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ആക്ഷനാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നത്. ഈ ചാനൽ മലപ്പുറം.